ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് അവധിയാണ്. അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ്, കൊറിയ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം കമോഡിറ്റി മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കാണ്. $4,050 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച $4,064.2 പെർ ഔൺസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ സിൽവറും സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം സിങ്ക് ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. പക്ഷേ ബ്രന്റ് ക്രൂഡ് ഓയിൽ $61.8 പെർ ബാരലിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വാർ സെറ്റിലായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അത് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് സ്വല്പം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ സെറ്റിൽമെൻറ്റ് ന്യൂസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള മൈനർ ശല്യം പ്രഷർ ഒരു പക്ഷേ ഗോൾഡിലും കണ്ടേക്കാം. അതേസമയം അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനം ഡിസംബർ 9-10 തീയതികളിൽ നടക്കുന്ന US ഫെഡിൻ്റെ മീറ്റിംഗിൽ എടുക്കുകയാണെങ്കിൽ വീണ്ടും അത് ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം സെൻട്രൽ ബാങ്കുകൾ വീണ്ടും ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് മൈനർ നെഗറ്റീവ് റിയാക്ഷൻ റഷ്യ ഉക്രൈൻ ഡീൽ സെറ്റിൽമെൻറ്റിൽ നിന്ന് വന്നേക്കാം. പക്ഷേ മറ്റ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. ഒപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിലത്തെ Q2 GDP അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും Q2 GDP എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിലുള്ളത്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ Q2 റിസൾട്ട് സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആഴ്ചയിൽ സീമെൻസ് എനർജിയുടെ റിസൾട്ട് വരാനുണ്ട്. ഡിമർജറിന് ശേഷം ലേറ്റ് അനൗൺസ്മെൻ്റ് ആയിരുന്നു സീമെൻസ് എനർജിയുടെ. ഇന്നാണ് സീമെൻസ് എനർജിയുടെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് വരുന്നത്. ആ റിസൾട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം ആ സ്റ്റോക്കിലുള്ള മൂവ്മെൻറ്റും നമുക്ക് കാണാം. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പൊതുവേ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഇന്ന് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഇന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. IPO മാർക്കറ്റിൽ ഈ ആഴ്ചയിൽ ഇപ്പോൾ ഓൺഗോയിങ് IPO ഉണ്ട്. സുദീപ് ഫാർമ 593 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്, 1 രൂപയാണ് ഫേസ് വാല്യൂ. IPOയ്ക്ക് ശേഷം ഇക്വിറ്റി ക്യാപിറ്റൽ 11.29 കോടിയാണ്. ഫണ്ടമെൻ്റലി നല്ലൊരു സ്റ്റോക്കാണ്. പക്ഷേ അഗ്രസീവ് പ്രൈസിങ് ആണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ലിസ്റ്റിംഗ് ഗെയിനും അതുപോലെ തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല അപ്രിസിയേഷൻ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. 1989 ഈ കമ്പനി മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 100 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ മേജർ ക്ലയൻറ്റ് ബേസ് ഫൈസർ, മാൻകൈൻഡ്, ഇൻഡാസ് ഫാർമ, മെർക്ക് ഗ്രൂപ്പ്, അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ്, ആറോബിന്ദോ ഫാർമ, കാഡില ഹെൽത്ത് കെയർ, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ തന്നെയാണ്. മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന, റിസ്ക് എടുത്ത് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ് സുദീപ് ഫാർമ. HDFC AMC 1:1 ബോണസ് അനൗൺസ് ചെയ്തിരുന്നു. നവംബർ 26 റെക്കോർഡ് ഡേറ്റ്. തൈറോ കെയർ 2:1 ബോണസ് അനൗൺസ് ചെയ്തിരുന്നു. നവംബർ 28 റെക്കോർഡ് ഡേറ്റ് വരുന്നത്. ഇന്നും നാളെയൊക്കെ വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിന് അത് കമ്പോണസ് ആയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ എക്സ്പോർട്ട്സ് താഴെയാണ് ഒക്ടോബർ മാസത്തിൽ വന്നിരിക്കുന്നത്. അതേസമയം അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട്സ് കുറയുന്നതിനനുസരിച്ച് ചൈനയിലേക്കുള്ള എക്സ്പോർട്ട്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അമേരിക്കയിലേക്കുള്ള ഡെഫിസിറ്റ് ചൈന കോമ്പൻസേറ്റ് ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. പൊതുവെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മെഷേഴ്സ് എല്ലാം തന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. എന്നിരുന്നാലും എക്സ്പോർട്ട്സ് ഫിഗേഴ്സിലൊരു ഡിപ്പ് കാണാനുള്ള സാധ്യതകളുണ്ട്. ഇത് അമേരിക്ക ഇമ്പോസ് ചെയ്തിട്ടുള്ള ഹയർ താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാത്രമാണ്. ഇനി വേദാന്തനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വേദാന്ത തീർച്ചയായിട്ടും അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ വേദാന്തയുടെ NCLT വെർഡിക്റ്റ് പുറത്തു വരുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഡിമർജർ പ്ലാനിനുള്ള NCLTയുടെ വെർഡിക്റ്റ് റിസർവ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വേദാന്തനെ സംബന്ധിച്ച് ഈ ന്യൂസ് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആണ് IDBI ബാങ്കിനെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് മുന്നിട്ട് നിൽക്കുന്ന റിപ്പോർട്ടുണ്ട്. ഒപ്പം കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. 5 രൂപ ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്ക് 1 രൂപയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് കോട്ടക് ബാങ്കിനെ സംബന്ധിച്ച്.
അപ്പോളോ മൈക്രോ സിസ്റ്റംസ് 16.98 കോടി രൂപ എക്സ്പോർട്ട് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ധാരാളം സ്റ്റോക്കുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ജെഫ്രീസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ M&M 4500 രൂപയാണ് പ്രൈസ് ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഡാനി എൻ്റർപ്രൈസ് 2940 അപ്പർ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. വി വർക്ക് ഇന്ത്യ 790 ആണ് ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ജെഫറീസ് UBS ആക്സിസ് ബാങ്കിന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് 1500 ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ബേൺസ്റ്റൈൻ ഹോം ഫസ്റ്റ് ഫിനാൻസിന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് 1650 ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. മോർഗൻ സ്റ്റാൻലിയും മാരുതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് 18489 അവർ ഫിക്സ് ചെയ്തിട്ടുള്ള അപ്പർ ടാർഗറ്റ്. UBS വീണ്ടും വേദാന്തനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് 680 അപ്പർ പ്രൈസ് ബാൻഡ് വെച്ചിരിക്കുന്നത്. JP മോർഗൻ TCSനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 4050 രൂപയാണ്. ഡാറ്റാ സെൻറ്റർ എൻട്രി TPG ആയിട്ടുള്ള ടൈപ്പ് ഒക്കെ TCSന് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് JP മോർഗൻ പറഞ്ഞിരിക്കുന്നത്. സിറ്റി ഗ്രൂപ്പ് L&Tനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് 4500 അപ്പർ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. CLS വീണ്ടും മഹീന്ദ്ര അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് 4417 അപ്പർ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസിനെ ഇൻഡിഗോ സെൻസെക്സിൽ റീപ്ലേസ് ചെയ്യാണ് ഡിസംബർ 22 മുതൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസാണ്. അതേസമയം ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ നാളെ ഐക്കോണിക് CR ലോഞ്ച് ചെയ്യാണ്. നല്ല രീതിയിലുള്ള ബുക്കിംഗ് കിട്ടുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ M&Mഉം ഈ ആഴ്ചയിൽ പുതിയ ഇലക്ട്രിക് SUV ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കമ്പനികളൊന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഈ രണ്ട് പുതിയ ലോഞ്ചസിന് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 17,000 കോടി രൂപയുള്ള പ്രൊജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവാണ്. എയർപോർട്ട് സർവീസസ് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഭാരത് ഇലക്ട്രോണിക്സ്, ടാറ്റ പാറ്റേൺസ്, സയൻറ്റ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് ധാരാളം ഓർഡേഴ്സ് ഈ കമ്പനികൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ RVNL 181 കോടി രൂപ പ്രൊജക്റ്റ് ലോവസ്റ്റ് ബിഡറായിട്ട് വന്നിട്ടുണ്ട്. ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്നുള്ള പ്രൊജക്റ്റാണ്. RVNLനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ എയർഫ്ലോ റെയിൽ റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. JV ഫോം ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. RKEC പ്രൊജക്റ്റ് 198 കോടി രൂപ ഓർഡർ ONGCയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. HG ഇൻഫ്ര കൽപ്പത്തരു പ്രൊജക്റ്റ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള JV 1415 കോടി രൂപ വരെ കൺസ്ട്രക്ഷൻ ഓർഡർ ലോവസ്റ്റ് ബിഡറായിട്ട് വന്നിട്ടുണ്ട്. ടാറ്റ പവർ 13,100 കോടി രൂപ വരെ ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ഭൂട്ടാനിൽ തുടങ്ങുന്നതിനുള്ള പ്രൊജക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 2031 ഈ പ്രൊജക്റ്റ് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന. ലോങ് റണ്ണിൽ ടാറ്റ പവറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. NBCC 2 ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. 72 കോടി രൂപ വരെ ഓർഡർ, അതുപോലെ തന്നെ 45 കോടി രൂപ ഓർഡർ. NBCC ധാരാളം ഓർഡേഴ്സ് ബാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ക്വാളിറ്റി പവർ 26 കോടി രൂപയുടെ ഓർഡർ പവർ ഗ്രിഡിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. ഓയിൽ കൂൾഡ് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. ടെമ്പോ ഗ്ലോബൽ ഡിഫൻസ് റിലേറ്റഡ് കമ്പനിയാണ്. പ്രിഫറൻസ് അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 492 രൂപ പെർ ഷെയറാണ്. TVS മോട്ടോഴ്സ് 3 വീലർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഗാനയിൽ. തീർച്ചയായിട്ടും ഇത് TVS മോട്ടോഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അവാൻഡൽ 8 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സിൽ നിന്നാണ്. പവർ ആംപ്ലിഫയർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി 1500 കോടി രൂപയുടെ റൈറ്റ്സ് ഇഷ്യൂ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബോർഡ് മീറ്റിംഗ് നവംബർ 26 അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ ജിൻഡാൽ സ്റ്റീൽ, ടൈം ടെക്നോപ്ലാസ്റ്റ്, DB കോർപ്പ്, സൂര്യ റോഷ്നി ഈ 4 കമ്പനികളിൽ കഴിഞ്ഞ ആഴ്ചയിൽ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് ഇതൊരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച വീണ്ടും സെല്ലേഴ്സാണ്. 1766.05 crore വർത്ത് സ്റ്റോക്കുകൾ അവർ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 3161.61
കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫണ്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് ബയേഴ്സ് തന്നെയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബയേഴ്സും സെല്ലേഴ്സും ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓവറോൾ ഇന്നുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനും ഒരു പോസിറ്റീവ് ബയാസാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ റഷ്യ ഉക്രൈൻ വാർ ഒത്തുതീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരും. അത് തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം ഇന്ത്യൻ റുപ്പി കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ലോയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒരുപക്ഷെ 90 ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. US$ന് എഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യ US ട്രേഡ് ഡീല് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മേലുള്ള താരിഫ് കുറയ്ക്കുകയാണെങ്കിൽ വീണ്ടും അത് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഇന്ത്യൻ മാർക്കറ്റിന് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ പുറത്തു വരുന്ന Q2 GDP ഫിഗർ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ഒരു വൊളാറ്റിലിറ്റിയും നമുക്ക് മാർക്കറ്റിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റിൽ ഡിസംബർ മാസത്തിൽ സാധാരണ രീതിയിൽ ഇയർ എൻഡ് സെല്ലിംഗ് ഒക്കെ വരാറുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ കാണാറുണ്ട്. അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി ഒരു പക്ഷേ ഇപ്രാവശ്യം കൂടാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് AI സെക്ടർ ഒരു ബബിൾ ഫോം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്ന സ്ഥിതിക്ക്, എന്നിരുന്നാലും ഓവറോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ബയാസ് തന്നെയാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.